ശക്തമായ സ്ട്രോക്കുകളിലൂടെ ഭരണാധികാരികളെ വിമർശിച്ച ധീരനായ കലാകാരനായിരുന്നു കാർട്ടൂണിസ്റ്റ് ശങ്കർ എന്ന മന്ത്രി എം ലിജു. കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ 124ാമത് ജന്മദിനാഘോഷവും കാർട്ടൂൺ പ്രദർശനവും കായംകുളം ശങ്കർ സ്മാരക കാർട്ടൂൺ മ്യൂസിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭരണാധികാരികൾ ആരും 100% പെർഫെക്റ്റ് അല്ല. അവർ വിമർശനത്തിന് അതീതരുമല്ല. അവരുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് കാർട്ടൂണിസ്റ്റ് ശങ്കറിനെ പോലെയുള്ളവർ ചെയ്തിരുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഭരണാധികാരികളെ വിമർശിച്ച ധീരനായ കലാകാരനായിരുന്നു കാർട്ടൂണിസ്റ്റ് ശങ്കർ എന്ന മന്ത്രി എം ലിജു അഭിപ്രായപ്പെട്ടു. കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ 124ാമത് ജന്മദിനാഘോഷവും കാർട്ടൂൺ പ്രദർശനവും കായംകുളം ശങ്കർ സ്മാരക കാർട്ടൂൺ മ്യൂസിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭരണാധികാരികൾ ആരും 100% പെർഫെക്റ്റ് അല്ല. അവർ വിമർശനത്തിന് അതീതരുമല്ല. അവരുടെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് കാർട്ടൂണിസ്റ്റ് ശങ്കറിനെ പോലെയുള്ളവർ ചെയ്തിരുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. പിതാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാവുന്ന കാർട്ടൂണിസ്റ്റ് ശങ്കർ, നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കാം. ഇന്ത്യയിൽ കാർട്ടൂൺ എന്ന കലാരൂപത്തിൽ ആക്ഷേപഹാസ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ചിത്രകലാ വൈദഗ്ധ്യത്തിൻ്റെയും സമന്വയമായ കാർട്ടൂൺ എന്ന കലാരൂപത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച മഹത് വ്യക്തിത്വമാണ്. ഇന്ത്യൻ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഈ കായംകുളത്ത് ജനിച്ച ആളാണ് എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അങ്ങേയറ്റം അഭിമാനത്തോടെ തന്നെ ആ കാര്യത്തെ ഓർക്കാൻ ശ്രമിക്കാം. ആദരണീയനായ ഡോക്ടർ ശ്രീ എ. ഇന്ത്യയിലെ പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ കാർട്ടൂണിസ്റ്റ് ശങ്കറുമായി നേരിട്ട് അടുപ്പമുണ്ടായിരുന്ന അദ്ദേഹം വളരെ ഉജ്ജ്വലമായ ഒരു അനുസ്മരണ പ്രഭാഷണമാണ് നമ്മളോട് നടത്തിയത്. കായംകുളത്തിന് അഭിമാനിക്കാവുന്ന സംസ്കാരത്തിന്റെയും സംവാദത്തിന്റെയും കേന്ദ്രമാക്കി ശങ്കർ സ്മാരക കാർട്ടൂൺ മ്യൂസിയത്തെ മാറ്റുമെന്നും രാജ്യത്തെ പ്രമുഖ കലാകാരന്മാരെ കൊണ്ടുവന്ന് 1 വർഷം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൗൺസിലർ CS ഭാഷ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ ഡോക്ടർ AJ ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി AS സബിതാബായി, ബുക്കുമാർക്ക് സെക്രട്ടറി എബ്രഹാം മാത്യു, ലളിതകലാ അക്കാദമി എക്സിബിഷൻ ഓഫീസർ KK ബാബുമോൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.